അസ്സലാമലൈക്കും. ഇതാണ് നമ്മളെ കരിമ്പ്. അപ്പോൾ മുന്നേ ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു, കരിമ്പ് പിന്നെ നടണതും അതിനെ കട്ട് ചെയ്തെടുക്കണതൊക്കെ വീഡിയോ ചെയ്തിരുന്നു. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ? അപ്പോൾ അതിന് ശേഷം ഞാൻ നട്ട് കൊടുത്ത് ഇതിൻ്റെ തുമ്പുഭാഗവും കടഭാഗത്തുനിന്ന് മുളച്ച് വന്ന തൈകളും ഒക്കെ ഞാൻ അന്ന് കാണിച്ചിരുന്നല്ലോ. അപ്പോൾ അവർ വളർന്നിട്ടാണ് ഈ ഒരു 2 കരിമ്പ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കിതൊന്ന് കട്ട് ചെയ്താലോ. അപ്പോൾ നമുക്കിവിടെ നിന്ന് കട്ട് ചെയ്താലോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ ഇത്രയും ഭാഗം നമുക്ക് എടുക്കാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ ഈ ഭാഗം വെച്ച് കട്ട് ചെയ്താൽ ഇത് നമുക്ക് നട്ടുപിടിപ്പിക്കാനായിട്ട് പറ്റും. അങ്ങനെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായതാണിത്. പിന്നെ മറ്റേത് കടഭാഗത്തുനിന്ന് മുളച്ച് വന്നത്. അപ്പോൾ ഇത് നമുക്ക് വെട്ടിയെടുക്കാമല്ലോ. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു വർഷത്തിനുള്ളിലായിട്ട് നമുക്ക് ഇതുപോലുള്ള കരിമ്പ് നട്ടുപിടിപ്പിക്കാനായിട്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ മാഷാ അല്ലാഹ് ഇത്രയും കരിമ്പ് കിട്ടി. നല്ല മധുരമുള്ള കരിമ്പാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി ഇൻഷാ അല്ലാഹ് ഞാനതൊക്കെ നട്ടതിന് ശേഷം പിന്നെ ചെറിയ തൈകളൊക്കെ വലുതായതിന് ശേഷം അടുത്തൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് നമുക്ക് കാണിക്കാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.